ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫസ്റ്റ് വൺ, ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദി വെർബ്. ക്വസ്റ്റ്യൻ ഇതാണ്, ലതാസ് കാരിയർ വുഡ് ഹാവ് ബീൻ റൂയിൻഡ് ഇഫ് ഷീ ഡാഷ് ദി പ്രൊമോഷൻ ടെസ്റ്റ്. കൊടുത്തിട്ടുള്ളത് നോട്ട് പാസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലതാസ് കാരിയർ വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട് അല്ലെ. നമ്മുടെ ഇഫ് കണ്ടീഷനകത്തുള്ള വുഡ് ഹാവ് V3 ഫോം വരികയാണെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് എന്താ വരിക? ഹാഡും വരണം, V3 ഫോമും വരണം. അങ്ങനെയല്ലേ റൂള്? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. ഹാഡും ഉണ്ട്, V3 ഫോമും ഉണ്ട് അല്ലെ. പാസ്റ്റിന്റെ V3 ഫോം എന്ന് പറയുന്നത് പാസ്ഡ് ആണ്. അതിനിടയിൽ ഒരു നോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ 3 ആണ്. അതായത് ഇവിടുത്തെ ആൻസർ ഓൺലി 3 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് ദി സെന്റൻസ്. ഷീ മസ്റ്റ് ഐദർ ബി എ നോവലിസ്റ്റ് ഓർ പ്ലേ റൈറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് സെന്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഷീ മസ്റ്റ് ബി ഐദർ എ നോവലിസ്റ്റ് ഓർ എ പ്ലേ റൈറ്റ്. ഷീ മസ്റ്റ് ഐദർ ബി എ നോവലിസ്റ്റ് ഓർ ബി എ പ്ലേ റൈറ്റ്. ഷീ മസ്റ്റ് ബി എ നോവലിസ്റ്റ് ഓർ എ പ്ലേ റൈറ്റ് ഐദർ. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. കാരണം എന്താ? ഈ ഐദർ വരുന്നത് ലാസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കണം? ഈ ഒരു സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കണം. ഇപ്പൊ ഒരു സെന്റൻസ് നെഗറ്റീവ് ആകുമ്പോഴാണ് നമ്മൾ സാധാരണ ഐദർ ലാസ്റ്റ് യൂസ് ചെയ്യുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം നോട്ട് കമ്മിങ് ഐദർ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അല്ലെ. അപ്പൊ ഒരു സെന്റൻസിനകത്ത് നെഗറ്റീവ് വരുമ്പോഴാണ് ഐ ആം നോട്ട് കമ്മിങ് ഐദർ, നെഗറ്റീവ് വരുമ്പോഴാണ് നമ്മൾ ഐദർ ലാസ്റ്റ് യൂസ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ 3 തെറ്റാണെന്നുള്ളത് മനസ്സിലായി അല്ലെ. ഓപ്ഷൻ 3. അപ്പൊ ഈ 3 ഉള്ള കേസുകളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാമല്ലോ. ഇതിനകത്ത് 3 ഉണ്ട്, ഇതിനകത്ത് 3 ഉണ്ട്, ഇതിനകത്ത് 3 ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓൺലി 1 and 2 ആർ കറക്റ്റ്. അതായത് ഷീ മസ്റ്റ് ബി ഐദർ എ നോവലിസ്റ്റ് ഓർ എ പ്ലേ റൈറ്റ്, അല്ലെങ്കിൽ ഷീ മസ്റ്റ് ഐദർ ബി എ നോവലിസ്റ്റ് ഓർ ബി എ പ്ലേ റൈറ്റ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ പ്ലൂറൽ ഫോംസ്. ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? സിനോപ്സിസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അല്ലെ. പിന്നെ പാപ്പരസോന്റെ പ്ലൂറൽ ആണ് പാപ്പരസി, അതും പ്ലൂറൽ ഫോം ആണ്. പിന്നെ സിംപോസിയം പ്ലൂറൽ ഫോം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. അതായത് 1ഉം 2ഉം 3ഉം എല്ലാതും പ്ലൂറൽ ഫോംസ് ആണ്. അപ്പൊ നമ്മുടെ പ്ലൂറലിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാർ ശരിയാക്കി തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ദി വേർഡ്സ് ഓപ്പോസിറ്റ് ടു ദി വേർഡ് ഇൻ ഇറ്റാലിക്സ്. The greatest evil which fortune can inflict on men is to endow them with small talents and great ambition. ഇവിടെ എൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ ആന്റോണിം വേണം കണ്ടുപിടിക്കാൻ, ഓപ്പോസിറ്റ് വേണം കണ്ടുപിടിക്കാൻ. എൻഡോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എൻഡോ എന്ന് പറഞ്ഞാൽ സംഭാവന ചെയ്യാം. ആ സംഭാവന എന്ന് പറയുന്നത് ടാലന്റ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് ആവാം, മണി ആവാം, അല്ലെങ്കിൽ ക്വാളിറ്റി ആവാം. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മൾ എൻഡോ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആന്റോണിം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഡിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റസ്റ്റ് വെറുക്കുക എന്നുള്ള മീനിങ് അല്ലെ. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വൊക്കാബുലറിയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിരുന്നു ടെസ്റ്റ് പലർക്കും ഭയങ്കര വെറുപ്പാണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ ഡിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നുള്ള മീനിങ്. അപ്പൊ അതല്ല ഇവിടെ വരുന്നത് അല്ലെ. പിന്നെ അടുത്ത് നോക്കാം. ഡൈവസ്റ്റ് ആണ്. ഡൈവസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കുക, തീരെ ഇല്ലാണ്ടാവുക എന്നൊക്കെ ഒരു മീനിങ് അല്ലെ. അപ്പൊ ഇവിടെ സംഭാവന ചെയ്യുക, ഇവിടെ ഇല്ലാണ്ടാവുക. അപ്പൊ അത് നമുക്ക് ആന്റോണിയമായിട്ട് പരിഗണിക്കാം. ഇനി അടുത്ത നോക്കിയേ, അടുത്ത വാക്ക് എന്താ? ഡെബ്യൂ ആണ്. ഡെബ്യൂ നമ്മൾ ഈ ക്രിക്കറ്റ് കളിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അല്ലെ, നമ്മൾ പറയും അരങ്ങേറ്റം അല്ലെങ്കിൽ തുടക്കം കുറിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡെബ്യൂ. ഓക്കെ, അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ ഇതിന്റെ ആന്റോണിയമായിട്ട് വരുന്നില്ല അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 2 ആണ് അല്ലെ. 2 മാത്രമാണ് ശരി. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഇസ് ഓർ ആർ സിനോണിമസ് വിത്ത് ദി ഇഡിയം ഔട്ട് അറ്റ് എൽബോസ്. ഔട്ട് അറ്റ് എൽബോസ് എന്ന് പറഞ്ഞാൽ എന്താ? കീറിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഔട്ട് അറ്റ് എൽബോസ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം. എൽബോസ് ഒക്കെ പുറത്തു വന്നു എപ്പോഴായിരിക്കും? നമ്മൾ കീറിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പം എൽബോസ് ഒക്കെ പുറത്തു വന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഔട്ട് അറ്റ് എൽബോസ് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ശരി തെറ്റെന്നുള്ളത് നോക്കാം. പെനോറിയസ് എന്ന് പറഞ്ഞാൽ എന്താ? പെനോറിയസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ദരിദ്രമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് പെനോറിയസ്. നമ്മുടെ വൊക്കാബുലറി ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു വാക്കാണ്. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞേ? പെന്നി അല്ലെ. പെന്നി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കെന്ന് പറഞ്ഞാൽ കാശ് അല്ലെ. അപ്പൊ അതില്ലാത്ത ആൾക്കാർ, ഇതേപോലെയുള്ള ദരിദ്രരായിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു കേട്ടോ. ഇനി ഗിൽറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കുറ്റബോധം തോന്നാന്നൊക്കെ ഒരു മീനിങ് ആണ് ഗിൽറ്റി അല്ലെ. ഇനി അടുത്ത വാക്ക് നോക്കിയേ, ഇംപവറിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ദരിദ്രമായിട്ടുള്ള എന്നൊരു മീനിങ് ആണ് അല്ലെ. പോവേർട്ടി എന്നുള്ളൊരു മീനിങ് ഒരു വാക്ക് ഇവിടെ ഉണ്ടല്ലോ, പവറിഷ്ഡ് എന്ന് പറയുമ്പോൾ പോവേർട്ടി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ് കേട്ടോ. അപ്പൊ പെനൂറിയസും ഇംപവറിഷ്ഡും നമ്മുടെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? 1ഉം 3ഉം ആണ് ശരി അല്ലെ. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ശരി കേട്ടോ. ഓൺലി 1 and 3 ആർ ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടേൺ ഇൻ ടു ദി പാസീവ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ നോസ് ദി മ്യൂസീഷ്യൻ പേഴ്സണലി. ഓക്കെ,
അപ്പോൾ നമ്മൾ ആക്റ്റീവ് പാസീവ് ആക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ടെൻസ് മാറാൻ പാടില്ല, ടെൻസ് സെയിം ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിനകത്ത് ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ആണോ ആൻസർ ആയിട്ട് വരുന്നത്? കണ്ടോ, ഇതിനകത്ത് എസ് ഉണ്ട്, ബാക്കി എല്ലായിടത്തും ടെൻസ് മാറിയേക്കാണ്. അപ്പൊ തന്നെ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ദ മ്യൂസീഷ്യൻ ഇസ് പേഴ്സണലി നോൺ ടു ഹെർ ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നോൺ ടു എന്നാ പറയാ കേട്ടോ, നോൺ ടു, അത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ബൈ ആയിരിക്കും, പക്ഷെ നോണിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ചോദിക്കുകയാണെങ്കിൽ ടു ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഒൺലി വൺ ഇസ് ട്രൂ. ഇനി അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി ഹാസ് സെഡ് ടു മീ ഐ ഹാവ് എ ബൈസൈക്കിൾ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഇവിടുത്തെ ആൻസർ വരുന്നത് ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ് ഹി ഹാസ് എ ബൈസൈക്കിൾ. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ റിപ്പോർട്ടിംഗ് വെർബ് ഉണ്ടല്ലോ, ഈ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ വരികയാണെങ്കിൽ നമ്മൾ ആ ടെൻസ് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൂള്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഹി ഹാസ് സെഡ് ടു മീ ഐ ഹാവ് എ ബൈസൈക്കിൾ. അപ്പൊ ഹാസ് സെഡ് ആണ്, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ പ്രസന്റ് ടെൻസ് ഏത് വരികയാണെങ്കിലും കേട്ടോ, അപ്പൊ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരികയാണെങ്കിൽ അതേ ടെൻസ് തന്നെ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് പാസ്റ്റ് ആണ്, ഹാഡ് ആണ്, ഇവിടെയും പാസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 87 2 ആണ്, അതായത് ഒൺലി 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ് ഹി ഹാസ് എ ബൈസൈക്കിൾ. ഓക്കെ, എക്സെപ്ഷൻ കേസ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ വിത്ത് റിഗാർഡ് ടു ദി സെന്റൻസ്? വാക്ക് ക്വിക്ക്ലി ഓർ യു വിൽ നോട്ട് റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ ഇൻ ടൈം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എന്താ, ഈ ഓറിന് മുമ്പുള്ള രണ്ട് ഭാഗം നമുക്ക് എടുക്കാം. ഓക്കെ, വാക്ക് ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് തരാണ് അല്ലെ, അതിന് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ ഒരു ഭാഗത്തിന്. വാക്ക് ക്വിക്ക്ലി എന്തെങ്കിലും മിസ്സിംഗ് ആണോ? അല്ല. ഇനി അടുത്ത ഭാഗം നോക്കിയേ, യു വിൽ നോട്ട് റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ ഇൻ ടൈം. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് സമയത്ത് എത്തില്ല, അതിനും ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ട് അല്ലെ. അതായത് ഇത് ഒരു മെയിൻ ക്ലോസ് ആണ്, ഇതും ഒരു മെയിൻ ക്ലോസ് ആണ്, ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. ദ സെന്റൻസ് ഹാസ് ടു മെയിൻ ക്ലോസസ്, അത് കറക്റ്റ് ആണ് അല്ലെ. ഇനി അടുത്തത്, ദ സെന്റൻസ് ഇസ് എ കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് ആണ്. എങ്ങനെയാ മനസ്സിലായേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാൻ ബോയ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോഡ് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ലേ, ഫാൻ ബോയ്സ്. അതിനകത്ത് ഓ എന്ന് പറഞ്ഞാൽ ഏതാ? ഓർ ആണ്. അപ്പൊ ഇതേപോലെയുള്ള വാക്കുകൾ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? കോമ്പൗണ്ട് സെന്റൻസിലായിരിക്കും വരുന്നത്. അപ്പൊ ഒന്നും രണ്ടും ശരിയാണ് കേട്ടോ, കോംപ്ലക്സ് സെന്റൻസ് അല്ല അല്ലെ. അപ്പൊ ഒന്നും രണ്ടും ആണ് ശരി. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഒൺലി 1 and 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. 89th one. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് ആൻഡ് അവോയ്ഡ്സ് അതർ പീപ്പിൾ. ഓക്കെ, അപ്പൊ എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് ആണ്, ഹെയ്റ്റ്സ് ആൻഡ് അവോയ്ഡ്സ് അതർ പീപ്പിൾ. ആന്ത്രോപോളജിസ്റ്റ് ആണോ? അല്ല. ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നരവംശ ശാസ്ത്രജ്ഞൻ അല്ലെ, ശാസ്ത്രജ്ഞനാണ്, നരവംശ ശാസ്ത്രജ്ഞൻ. അപ്പൊ അതല്ല. പിന്നെ ഫിലാന്ത്രോപ്പിസ്റ്റ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മനുഷ്യ സ്നേഹി എന്നുള്ളൊരു മീനിങ്. നമ്മൾ പറയില്ലേ ഫൈൽ, ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ. ഫൈൽ എന്ന് പറഞ്ഞാൽ തന്നെ ലവിങ് ആണ്. അപ്പൊ മനുഷ്യ സ്നേഹിയാണ് ഫിലാന്ത്രോപ്പിസ്റ്റ്. അപ്പൊ ഇതുമല്ല അല്ലെ. മിസ്സാന്ത്രോപ്പ്, മിസ് ആണ് അല്ലെ. മിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു നെഗറ്റീവ് മീനിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നതാ. മിസ്സാന്ത്രോപ്പ് എന്ന് പറഞ്ഞാലാണ് എ പേഴ്സൺ ഹു ഹേറ്റ്സ് ആൻഡ് അവോയ്ഡ്സ് അതർ പീപ്പിൾ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഒൺലി 3 ആണ് ഇതിനകത്തുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്സ്. ഓക്കെ, ആദ്യത്തെ കൊടുത്തിട്ടുള്ളത് നാർസിസിസ്റ്റിക് ആണ്. ഇതിന്റെ സ്പെല്ലിംഗ് ഇതാണോ? അല്ല, തെറ്റാണ് അല്ലെ. അപ്പൊ സ്പെല്ലിംഗ് എങ്ങനെയാ വരേണ്ടത്? നാർസിസിസ്റ്റിക് എന്ന് പറയുമ്പോൾ NAR എന്നിട്ട് CIS, പിന്നെ നമ്മുടെ സിസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ SIST കൊടുക്കുക, സിസ്റ്റ്, പിന്നെ IC കേട്ടോ. ഇതാണ് നാർസിസിസ്റ്റിക്കിന്റെ സ്പെല്ലിംഗ് വരുന്നത് കേട്ടോ. പിന്നെ വാക്യൂം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വാസുവും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് ആണ്. നൗസിയസ്, നൗസിയസിന്റെ സ്പെല്ലിംഗ് എന്താ? നൗസിയ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നൗസിയസ് NAUSCOUS ആണ് കേട്ടോ. ഇതാണ് നൗസിയസിന്റെ സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? 1ഉം 3ഉം ആണ് തെറ്റായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഒൺലി 1 and 3 ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. അപ്പൊ നമ്മൾ ഇതേപോലത്തെയുള്ള സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഇനി നമ്മുടെ ഗ്രാമർ ക്ലാസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് കാണാം കേട്ടോ. നമ്മുടെ വൊക്കാബുലറി ക്ലാസ് ആണ് കൂടുതലും എനിക്ക് തോന്നുന്നു ആൾക്കാർ കാണുന്നത്. പക്ഷെ ഗ്രാമറിന്റെ നമ്മൾ ഇതേപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ക്ലാസ് ഫോളോ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.